ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കണം. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ കാശ്മീർ വീഡിയോ ഫുള്ളായില്ല. അപ്പോൾ അതിനെ പറ്റിയാണ് തന്നെയാണ് വന്നത്. ഇപ്പോൾ കാശ്മീർ ഡേ 3 ആണ്. അപ്പോൾ നമ്മൾ ഡാലിലേക്ക് കണ്ട് പിന്നെ അടുത്ത് ഗുൽമർഗ്, സോനമർഗൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോകണത് ഗുൽമർഗിലാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ ഫുഡ് കഴിച്ച്. അപ്പോൾ നിങ്ങളോട് പറയേണ്ടല്ലോ, അവിടുത്തെ ഫുഡ് മേഗൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അത്ര മോശമാണ് കാശ്മീരത്തെ ഫുഡ്. നല്ല സ്ഥലമുണ്ട്, തീരെ പോരാത്ത സ്ഥലമുണ്ട്. ഇതൊക്കെ ഒരു ടേസ്റ്റും ഇല്ല. ആ ചോല ഭട്ടൂര കടലക്കറിയൊക്കെ അല്ലേ, ഒരു ടേസ്റ്റും ഇല്ല. പക്ഷെ നമ്മൾ തിന്നേ പറ്റുമോ എന്താക്കാൻ. പിന്നെ ഓംപ്ലേറ്റും മേഗിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം പിന്നെ നമ്മൾ കാശ്മീരത്തെ മാർക്കറ്റിൽ നിന്ന് ബ്രെഡും ജാമും വാങ്ങിന്, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അങ്ങോട്ട്. പിന്നെ നമ്മൾ ഗുൽമർഗിലേക്ക് പോണ കാഴ്ചകളാണ്. നമ്മൾ സമ്മർ ടൈമിലാണ് പോയത്, പക്ഷെ എന്നാലും അവിടെ മഞ്ഞൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിലാണ് മഞ്ഞുണ്ട്. പിന്നെ അവിടെ വാഷ്റൂമൊക്കെ ഉപയോഗിക്കാൻ 10 റുപ്പീ ചാർജ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ നമ്മൾ വണ്ടിയിൽ പിന്നെ ഇത് നമ്മൾ പോണത് വാറ് നടക്കുന്ന ടൈമിലാട്ടോ, അതും കൂടി നിങ്ങൾ പറയാൻ മറന്നു. അപ്പോൾ അതിലത്തെ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് പോണ വഴികൾ, നല്ല മനോഹരമായ വഴികളാണ്, അടിപൊളിയാണ്. ഇതൊക്കെ ഈ കാശ്മീർ പോകണമൊക്കെ ലൈഫിൽ 1 ടൈം എക്സ്പീരിയൻസ് ആണ് ഞാൻ ഉറപ്പായിട്ടും പറയും. അതെന്താ അറിയോ, നമ്മളിപ്പോൾ ഇത് വാറ് ടൈമിലാണ് പോകണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പട്ടാളക്കാർ മൊത്തം നമ്മളെ മുമ്പിലുണ്ട്, 4-5 പട്ടാളക്കാർ. അമ്മക്ക് ഫുള്ള് പ്രൊട്ടക്ഷനാണ് നമ്മൾ കാശ്മീർ പോയാൽ വാറിൻ്റെ ടൈമിൽ. ഇപ്പോൾ ഈ വാറിൻ്റെ ടൈമിലല്ല, എല്ലാ ടൈമും പോയാലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇഷ്ടംമാതിരി പട്ടാളക്കാർ ആർമികളുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഗുൽമർഗിലേക്ക് എത്താനായി. ഫുള്ള് ആർമിക്കാരെ വണ്ടിയാണ് അവിടെയൊക്കെ. നമ്മൾ എന്തായാലും രസമോ ഇതൊക്കെ ഞാൻ പറയണെങ്കിൽ, ഇതൊക്കെ 1 ടൈം എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ നല്ല മഞ്ഞുമലകളൊക്കെ കണ്ട് ദൗഡും ആർമി, പിന്നെ എല്ലായിടത്തും ആർമി. അപ്പോൾ നമ്മൾ ഗുൽമർഗ് പറയുമ്പോൾ ഗുൽമർഗിൽ നിന്ന് പാകിസ്ഥാൻ ബോർഡറിലേക്ക് വെറും 15 കിലോമീറ്റർ ഉള്ളൂ. അപ്പോഴൊക്കെ പറഞ്ഞുതരാം, അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഗുൽമർഗത്തെ കാഴ്ചകൾ. ഞാൻ കുറേ ഫോട്ടോസ് കൊടുത്തു. അപ്പോൾ ഇതല്ല കേട്ടോ, നമ്മൾ വന്നതൊരു ട്രാവലറിലാണ്. അപ്പോൾ നമ്മളെന്താക്കി, ഇങ്ങോട്ട് നേരെ അവിടെ ടാക്സി ഇങ്ങനെ നിർത്തിയിടും ഗുൽമർഗിൻ്റെ എൻട്രിയിൽ. അവിടെ നിന്നിട്ട് നമ്മൾ ടാക്സിയൊക്കെ എടുത്തിട്ട് ബുക്ക് ചെയ്തിട്ട് നേരെ ഗുൽമർഗ് ചുറ്റാൻ പോയി. ഗുൽമർഗ് ഇങ്ങനെ കാണാൻ എന്താ ഒരു ബ്യൂട്ടി. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം, സൂപ്പറാണ്. പക്ഷേ ഈ മുകളിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കയറണം കേട്ടോ. കിതച്ചു പോയി അത്ര നല്ല പണിയാണ് മുകളിലേക്ക് കയറാൻ. അപ്പോൾ അവിടെയും കച്ചവടം ചെയ്യുന്ന ടീംസ് ഉണ്ട്. ഇതാണ് ഇവിടെ മുകളിലത്തെ കാഴ്ചകൾ. പിന്നെന്താ, ഇങ്ങനത്തെ വണ്ടികളൊക്കെ കണ്ടിട്ട് അവിടെ നമുക്ക് വേണം റൈഡ് ചെയ്യാം. വണ്ടിയൊക്കെ റെൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ഫുള്ള് നല്ല രസമാണ്. പക്ഷേ ഇവിടുന്ന് നമ്മളവിടെ ട്രക്കിലെത്തിയിട്ട് നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് പോയാൽ നല്ല മഞ്ഞ് രസമാണ്. പക്ഷെ പോലീസുകാർ അല്ല ആർമികൾ, പട്ടാളക്കാർ കണ്ടിട്ട് നമ്മളോട് പറഞ്ഞേ പോവാൻ പറ്റൂല, നിങ്ങൾ നേരെ ശ്രീനഗറിലേക്ക് പോയിക്കോളി പറഞ്ഞു. നമ്മൾ ശ്രീനഗറിലാണ് റൂം എടുത്തത്, അങ്ങോട്ട് പോയിക്കോളി പറഞ്ഞു. അത് അത്ര ഡേഞ്ചറാണ് ആ വാറിൻ്റെ ടൈം. നമ്മൾ ശ്രീനഗറിൽ പോയി അവിടേക്ക് പോകാൻ പറഞ്ഞു. നമ്മൾ മുകളിലേക്ക് അടുത്ത് കിട്ടില്ല. അവർ പറഞ്ഞു ഇവിടെ എത്ര പെട്ടെന്ന് മിസൈൽ വരും, ഫുള്ള് വാറാണ്. ഇവിടെ നിന്ന് വെറും 15 കിലോമീറ്റർ ഉള്ളൂ പാകിസ്ഥാൻ ബോർഡറിലേക്ക് പറഞ്ഞു. നമ്മൾ വേഗം എന്താക്കി റൂമിലേക്ക് പോയി. റൂമിൻ്റെ ഫുള്ളിൽ പട്ടാളക്കാർ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉടനെ വരും കേട്ടോ ഗൈസ്, ഒന്നും കൊണ്ട് മേടിക്കണം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉടനെ വരും. ഇത് ഓഫീസ് ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണ് എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നല്ല കാശ്മീർ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലമൊക്കെ നമ്മൾ കാണാം. മുകളിലേക്ക് പോയാൽ വലിയ പ്രശ്നമാണ്. ഫുള്ള് പാകിസ്ഥാൻ, വെറും 15 കിലോമീറ്ററിലല്ലോ പാകിസ്ഥാനിൽ. അതിനെക്കൊണ്ട് ഫുൾ ഡേഞ്ചറാണ്. അപ്പോൾ നമ്മളോട് വേഗം അവിടെ നിന്ന് പോകാൻ പറഞ്ഞ് സീനായതിനോട്. പിന്നെ അവിടുത്തെ ലേക്ക് നമ്മൾ ഇത് നല്ല രസമാണ് കാണാൻ. നമ്മളവിടുത്തെ വേസ്റ്റ് ഇട്ട് പോയൊന്നല്ല, നല്ല ബ്യൂട്ടിയാണ്, നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ നമ്മൾ ഒരു ധൈര്യത്തിൻ്റെ പുറമെ പോയതാണ് വാറിൻ്റെ ശേഷം. അങ്ങനെ തീരെ ടൂറിസ്റ്റ് ഇവിടെ ഇതൊക്കെ ശരിക്കും ഫുള്ള് ക്രൗഡാവണ്ട. ഈ വാറ് നടന്നുകൊണ്ടാണ് തീരെ ക്രൗഡില്ലാത്തത്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും ചാനലിൽ പോയി കാണാം. ഡേ 1 ഡേ 2 ഒക്കെ. പിന്നെ നമ്മൾ ഡൽഹിത്തെ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ പോയി കാണും കേട്ടോ. ഇത് നമ്മളെ ഡേ 3 അറ്റ് കാശ്മീർ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ 15 കിലോമീറ്റർ ഉള്ളൂ പാകിസ്ഥാനിലേക്ക് ഒക്കെ പോണത്. പട്ടാളക്കാരെ വണ്ടി 1 2 3 7-8 വണ്ടിയായിട്ട് അങ്ങോട്ട് പോയിക്കും. ഫുള്ള് സീനാണ് അവിടെ. നമ്മൾ അത്രയും പെട്ടെന്നാണ് നമ്മൾ വന്നത്. ഫുള്ള് പ്രശ്നമായിട്ട് അവിടെ ഫുള്ള് പട്ടാളക്കാർ മൊത്തം പറഞ്ഞ് നമ്മളോട് വേറെ റൂമിൽ പോകാൻ.
മറ്റേ ശ്രീനഗറിലേക്ക് പോകാൻ ഫുള്ള് സീനാണ് അവിടെ. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, ബബിൾ റൂമൊക്കെ അതാ അങ്ങനത്തെ. പിന്നെ ഇതിലാണ് നമ്മൾ ഡൽഹിക്ക് ഇറങ്ങിയത് അർബാന. ഇങ്ങനത്തെ ഒരു ട്രാവലർ ബുക്ക് ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് അതിൽ ഫുള്ള് കറങ്ങി. എൻ്റെ മോനെ ഇതൊക്കെ നിങ്ങൾ കാണേണ്ട തന്നെയാണ് മച്ചാനെ. ഈ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എവിടെ പോയാൽ. ഇതൊക്കെ എന്ത് രസമല്ലേ. പിന്നെ നമ്മളെന്താക്കി ഗുൽമാർഗിൽ നിന്ന് ശ്രീനഗർ എത്തി. ശ്രീനഗറിൽ നിന്ന് നേരെ എന്താക്കി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് എന്തൊക്കെ ടിക്ക കബാബൊക്കെയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ മോനെ തീരെ ടേസ്റ്റില്ല, തീരെ ഇഷ്ടമായില്ല എനിക്ക്. പോരാ. അവിടുത്തെ ഫുഡ് കയറിയാണ് നല്ല രസമുള്ള ഫുഡുണ്ട്. എക്സാമ്പിൾ വാഴപ്പടിച്ച് അങ്ങനത്തെ കുറച്ച് അടിപൊളി നല്ല ടേസ്റ്റുള്ള ഫുഡുണ്ട്. ബട്ട് ഐ പ്രിഫർ കോഴിക്കോടിൻ്റെ അത്ര എത്തൂല, എല്ലാവർക്കും അറിയാം. ബട്ട് ഇതൊന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല. എന്തോ ഇതൊക്കെ നോക്കി വലിയ വൃത്തിയുടെ അല്ല, ഒരു സുഖമില്ല. പിന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടണ സ്ഥലത്ത് പോയി. അവിടെ നിന്ന് അങ്ങനെ നോക്കി. അവിടെയൊക്കെ സൂപ്പറാണ്. പിന്നെ നമ്മൾ രാത്രി ശ്രീനഗർ റൂമിലെത്തി. നമ്മൾ പാർക്കിലൊക്കെ പോയി ഫുട്ബോളൊക്കെ കളിച്ചു. അവിടുത്തെ പാർക്ക് ഫുള്ള് ഫ്രണ്ട്ലി ആയിട്ട് അവിടുത്തെ ആൾക്കാർ. അത് നേരെ എന്താക്കി നമ്മൾ റൂമിൽ പോകണതിന് അവർ നേരെ കഫേ പോയി, ലവേലെ കഫേ. വൺ ഓഫ് ദി ബെസ്റ്റ് കഫേ ഇൻ ദ കാശ്മീർ വളരെ കുറവാണ് കഫേസ്. അപ്പോൾ അതിലുള്ളൊരു ബെസ്റ്റ് കഫേയാണിത്. നമ്മളിവിടെ പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് വിത്ത് ബ്രൗണി, പാസ്ത, പിസ്സ അങ്ങനെ കുറേ സംഭവങ്ങൾ ഓർഡർ ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 10-14 ആളാണ് പോയത്. ഇതൊക്കെ കോഫിയൊക്കെ അവിടുന്ന് ഓർഡർ ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മൾ ഡേ 3 ഗുൽമാർഗത്തെ വിശേഷങ്ങൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പുതിയ ഡേ 4 സോനാമാർഗ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോനാമാർഗത്തൊക്കെ വിശേഷങ്ങളാണ്.